അസ്സലാമു അലൈക്കും. എന്താണ് ഡൽഹിയിൽ നടക്കുന്നത്? നമ്മുടെ നാടുകളിൽ എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? അറിവുള്ളവരെ നിങ്ങൾ മിണ്ടാതിരിക്കൂ, മൗനം പാലിക്കൂ, ഒരക്ഷരം നിങ്ങൾ മിണ്ടരുത്. എഴുത്തുകാരെ, നിങ്ങളുടെ പേനകൾ നിങ്ങൾ താഴ്ത്തി വെക്കൂ, നിങ്ങൾ എഴുതരുത്. ചരിത്രം അറിയുന്നവരെ, പഠിച്ചവരെ, വിദ്യാഭ്യാസമുള്ളവരെ, യോഗ്യരായവരെ, സംസാരിക്കാൻ കഴിവുള്ള, അറിവുള്ള, തൻ്റെ ഇടമുള്ള കൽപ്പുള്ള ആളുകളെ, നല്ല കൽപ്പുള്ള ആളുകൾ നമ്മൾ പറയാറില്ലേ, അങ്ങനെ ആളുകൾ നിങ്ങൾ മൗനം പാലിക്കൂ, നിങ്ങൾ മിണ്ടരുത്. ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾ തീരുമാനിക്കും, നമ്മുടെ ഇന്ത്യയുടെ മുന്നോട്ടുള്ള ചലനങ്ങൾ ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞ് അവർക്ക് തോന്നിയതുപോലെ, ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം, തോന്നിയതുപോലെ ജീവിക്കുകയും ഒരാളെയും ഭയക്കാതിരിക്കുകയും ഒരു രാഷ്ട്രീയ എതിർ പാർട്ടികളെ ഭയക്കാതിരിക്കുകയും എന്തെങ്കിലും പാസ്സാക്കാൻ വേണ്ടി, ഒരു ബില്ല് പാസ്സാക്കാൻ വേണ്ടി പോലും ഒരാളുടെ മുമ്പിലും ഒരു ഇതും കാണിക്കാത്ത ഒരു ധാർഷ്ട്യം കാണിക്കുന്ന രാഷ്ട്രീയത്തിൽ നമുക്കറിയാം. ഇപ്പോൾ 12 വർഷങ്ങളായി അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഓരോന്നും നമ്മൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ബിജെപിയുമായി ബന്ധപ്പെട്ട് വലിയൊരു സംസാരം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മുടെ നാടുകളിൽ പോലും മോഹൻലാലിൻ്റെ മോളെ പോലുള്ള ആളുകൾ പറയുമ്പോൾ, ദുൽഖർ സൽമാനെ പോലെയുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ, സൽമാൻ ഖാനെ പോലെയുള്ള ആളുകൾ ഈ സമരത്തിന് അനുകൂലമായി സംസാരിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുന്ന സോഷ്യൽ മീഡിയയിലെ ചില ആളുകളുണ്ട്. അവരെന്തിനങ്ങനെ പറഞ്ഞു? അവർക്ക് എന്തറിയാം? അല്ലെങ്കിൽ ഇപ്പോൾ മോഹൻലാലിൻ്റെ മോളുമായി ബന്ധപ്പെട്ട് പോലും മേജർ രവിയെ പോലുള്ള ആളുകൾ ശക്തമായ സംസാരങ്ങൾ നടത്തുമ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് ബുദ്ധിയില്ലാതെ പോകുന്നത്? അറിവുള്ളവരെ അറിവില്ലാത്തവരായും, വിവേകമുള്ളവരെ വിവേകമില്ലാത്തവരായും, രാഷ്ട്രീയപരമായും സാമൂഹികമായും നല്ല അറിവും കെൽപ്പും ഉള്ള ആളുകളെ നിങ്ങൾ മൗനം പാലിക്കൂ, നിങ്ങൾക്കറിയില്ല എന്ന് പറയുകയും, എന്നാൽ അറിയുന്നതായിരിക്കാണ് ഈ ചാണകം തിന്നുകയും പശുവിൻ്റെ മൂത്രം കുടിക്കുകയും ഞങ്ങളാണ് ഉന്നതന്മാരെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഈ വിഡ്ഢികളായ ആളുകൾക്കാണോ എല്ലാം അറിയുന്നത്? പരമവിഡ്ഢികൾ നമ്മൾ പറയാറുണ്ട്. മൂത്രം കുടിച്ചാലൊന്നും ബുദ്ധി വരില്ല. നിങ്ങൾ പശുവിൻ്റെ പാലാണ് കുടിക്കേണ്ടത്, അത് നിങ്ങൾ തോട്ടിൽ കൊണ്ട് ചോദിക്കുകയും ചെയ്യും, അത് കടലിൽ കൊണ്ടുപോയി കളയുകയും ചെയ്യും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത ജന്തുക്കൾ നമ്മൾ പറയാറില്ല, ജന്തുക്കൾ എന്ന് പറയാൻ പാടില്ല, ശരിക്കും എന്താ ജന്തുക്കളെ കുറവാക്കുന്ന പോലെ അതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തെങ്കിലും ചില ആളുകളുണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന, ഈ BJPക്ക് വേണ്ടി RSSന് വേണ്ടി സംസാരിക്കുന്ന ആളുകളുണ്ട്. അവർ ഭയക്കുന്നുണ്ടാകാം, മീഡിയയായിട്ട് ഭയക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ മറ്റു വല്ല സാമ്പത്തിക നേട്ടങ്ങൾ, സാമ്പത്തിക തകർച്ച വരുമോ എന്ന് ഭയക്കുന്നുണ്ടാകാം. നമുക്ക് അങ്ങനെയില്ല. സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, യഥാർത്ഥം, സത്യം, ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ നമ്മൾ ഭയക്കേണ്ടതില്ല. നമ്മൾ ഭയക്കുകയോ പേടിച്ചൊൽക്കുകയോ ചെയ്യേണ്ടവരല്ല. യഥേഷ്ടം ഇപ്പോൾ പ്രകാശ് രാജൊക്കെ തുറന്നു പറഞ്ഞതുപോലെ തുറന്നു പറഞ്ഞ് സമരത്തിൻ്റെ അനുകൂലിക്കുന്ന ആളുകളുടെ കൂടെ ചേർന്ന് നിൽക്കേണ്ടവരാണ് നമ്മൾ. നമ്മൾക്ക് കഴിയുമെങ്കിൽ നമ്മൾ പോകുമായിരുന്നു ഡൽഹിയിലേക്ക്, നമ്മൾക്ക് കഴിയുമെങ്കിൽ സാധിക്കുമെങ്കിൽ നമ്മളും പങ്കെടുക്കുമായിരുന്നു സമരത്തിൽ. പക്ഷേ ഇവിടെ നമ്മുടെ നാടിൻ്റെ ഒരു അന്തരീക്ഷം തന്നെ നിങ്ങൾ നോക്കൂ. എത്ര മതത്തിൽപ്പെട്ട ആളുകളാണ്, എത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ചേർന്ന് നിൽക്കുന്നത്. നമ്മുടെ ആഘോഷങ്ങൾ നോക്കൂ, നമ്മുടെ പെരുന്നാളുകൾ നോക്കൂ, നമ്മുടെ മറ്റു വല്ല അമ്പലങ്ങളിലോ പള്ളികളിലോ നടക്കുന്ന ആഘോഷങ്ങൾ നോക്കൂ. എത്ര ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ആഘോഷങ്ങൾ, നമ്മുടെ പെരുന്നാളുകളാകട്ടെ, ഓണമാകട്ടെ, പെരുന്നാളാകട്ടെ, ക്രിസ്മസ് ആകട്ടെ, ഇതൊക്കെ നടക്കുമ്പോൾ നമ്മുടെ നാടുകൾ എത്ര ഐക്യത്തോടെയും സ്നേഹത്തോടെയുമാണ് ഒന്നിച്ചു പോകുന്നത്. ഇതിന് വിള്ളൽ വരുന്ന രീതിയിലുള്ള യാതൊരു സംസാരവും ഒരാൾ നടത്താൻ പാടില്ല എന്നാണ് നമ്മുടെ കാഴ്ചപ്പാട്. ആശയപരമായി നമ്മൾ പ്രശ്നങ്ങളുണ്ട്, ചില ആശയങ്ങൾ, ചില ആദർശത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ടൊക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ നാടിന് വരുന്ന വലിയ വിപത്തുകളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. നമ്മൾ മൗനം പാലിക്കേണ്ടടുത്ത്, നമ്മൾ ശബ്ദിക്കാൻ മറന്നു പോകരുത്. എത്രയോ ആളുകളുണ്ട് ഒരു പോസ്റ്റ് പോലും ഇടാത്ത, അല്ലെങ്കിൽ ഒന്ന് എതിർത്ത് സംസാരിക്കാൻ പോലും കഴിയാത്ത, അങ്ങനെയുള്ള ആളുകളായി നമ്മൾ മാറരുത്. യഥേഷ്ടം നമുക്കൊരു ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, നല്ല സംസാരങ്ങൾ നടത്തുമെങ്കിൽ, നല്ല പോസ്റ്റുകൾ പങ്കുവെക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. സമരത്തിന് അനുകൂലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ ഈ BJPയുടെ ഈ അജണ്ടയെ